ഹലയ വിശകലന സമൂഹം നിങ്ങളോടൊപ്പമുണ്ട്. ഗുരു കഴലിത കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്ന് ആരംഭിക്കാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം. ഓർഗനൈസേഷന്റെ എല്ലാ സൂചകങ്ങളും ശ്രദ്ധാപൂർവം പരിശോധിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. കമ്പനിയുടെ നിലവിലെ പ്രകടന സൂചകങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി വിശകലനം ചെയ്യും. 2025 ഓഗസ്റ്റ് 14 ഡാറ്റ ഉപയോഗിച്ചാണ് അവലോകനം നടത്തിയത്. വർഗീകരണം അനുസരിച്ച് ഗുരുക്കഴലിത കമ്പനി ഡാറ്റയുടെ ഡേറ്റമെന്ന ഉപവിഭാഗത്തിൽപ്പെടുന്നു. മെഡിക്കൽ ഹെൽത്ത് 36 കമ്പനികൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു. ഈ വീഡിയോയുടെ അവസാനം നമുക്ക് അന്തിമ തീരുമാനങ്ങൾ കാണാം. കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ്: -10.4. ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ 3.8 പോയിന്റ്. നിങ്ങൾ അതിനെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ US വിപണിയിൽ നമുക്ക് കാണാം സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി റേറ്റിംഗ് 1.7 പോയിന്റാണ്. മൈനസ് റേറ്റിംഗിനെതിരെ 4 പോയിന്റ് ലാറ്ററൽ ഡേറ്റമെന്നുൾക്കണ്ട്. ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്യുന്നു ലാറ്ററൽ ഡേറ്റമെന്ന ഉപവിഭാഗം കമ്പനികളും. 12 മാസത്തിലേറെയായി കമ്പനിയുടെ ഓഹരികൾ നമുക്ക് കാണാൻ കഴിയും. ലാറ്ററൽ ഡേറ്റമെന്ന് മൈനസിന്റെ ചലനാത്മകത കാണിച്ചു 26.5%. ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ -7.8%. കമ്പനിയുടെ വിപണി മൂലധനം ലാറ്ററൽ ഡേറ്റമെന്ന് $1.4 ബില്യൺ മൂല്യം. ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം $473 ബില്യൺ. കമ്പനിയുടെ പുസ്തക മൂല്യം $0.34 ബില്യൺ. ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം $127 ബില്യൺ. മാർക്കറ്റിന്റെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം ലാറ്ററൽ ഡേറ്റമെന്ന ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തുമ്പോൾ 0.295%. പുസ്തക മൂല്യം 0.265%. ഓർഗനൈസേഷന്റെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ പുസ്തക മൂല്യവും മോശം -1 പോയിന്റ്. സ്ഥാപനത്തിന്റെ കടങ്ങൾ $0.04 ബില്യൺ. മൂലധനത്തിന്റെ 12% ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ കടമാണ്. കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ നിലവാരത്തിനായുള്ള ഫലം നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ വിപണി വിലയും അതിന്റെ വരുമാനവും തമ്മിലുള്ള അനുപാതം 0 ആണ്. 57.3 എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരി. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ വളരെ മോശം -2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം -$95 മില്യൺ ആയിരുന്നു. അടുത്ത 12 മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം $11 മില്യൺ ആയി കണക്കാക്കുന്നു. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. കമ്പനിയുടെ വിലവിൽപ്പന അനുപാതം 6.2 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 5.3 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ പാസാബിൾ 0 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $220 മില്യൺ. അടുത്ത 12 മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം അജ്ഞാതമാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വരുമാനത്തിന്റെ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്. ഉപവിഭാഗത്തിൽ ശരാശരി 9.3%-നൊപ്പം മാർജിനലിറ്റി -42.5%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ ടോലറ്റ് -0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 0.427%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 45% കൂടുതലാണ്. കമ്പനിയുടെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ തുക $1,154,000 തുല്യമാണ്.
ഉപവിഭാഗത്തിന് $1668,000. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ അളവ് മൈനസ് ആണ് $78,600. ഉപവിഭാഗത്തിൽ ശരാശരി $29.1,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് -0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന അളവ് $185,000 ആണ്. ഉപവിഭാഗത്തിൽ $312,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് -0.5 പോയിന്റ്. ഹ്രസ്വ ഇടപാടുകളുടെ അളവ് 13.1%. ഉപവിഭാഗത്തിന് ശരാശരി 1.8%. സാങ്കേതിക സൂചകം ഗിരെ 14 കമ്പനിക്ക് 85% ലെവൽ കാണിക്കുന്നു. ദൈർഘ്യം ഉപവിഭാഗത്തിന് ഇതേ ലെവൽ 53%. കമ്പനിയുടെ നിലവിലെ സ്റ്റോക്ക് മൂല്യനിർണ്ണയം ഏകദേശം $28.2 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $23 കൂടെ 28 സെന്റ് ആണ്. നമുക്ക് ഓർഡറുകളുടെ പട്ടിക നോക്കാം. അത് ലഭ്യമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. ഓർഡർ ടേബിളിൽ ഷെയറുകൾ മൂല്യനിർണ്ണയം ചെയ്യുന്നതിനുള്ള വിവര സംവിധാനം ഒരു നിശ്ചിത സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും അടങ്ങിയിരിക്കുന്നു. കുരുക്കകളത് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. വിലയിരുത്തലിന്റെ ഫലമായി ദൈർഘ്യം സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും കുരുക്കകളത് ഒരു തീരുമാനം എടുക്കുന്നു. ഒരു ഓഹരിക്ക് $28 കൂടെ 21 സെന്റ് എന്ന നിരക്കിൽ ഇടിവോടെ ഒരു വ്യാപാരം തുറക്കുക. കമ്പനിക്ക് താരതമ്യേന മോശമായ മൂല്യനിർണ്ണയവും വിലപ്രവണതയും ഉള്ളതിനാൽ ഇടപാട് തുറന്നിരിക്കുന്നു. കമ്പനിയുടെ മൂല്യനിർണ്ണയം നടത്തിയത് മൂല്യനിർണ്ണയ മോഡൽ ഉപയോഗിച്ചാണ്. അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം 19.7 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 36.72 ആയി നിശ്ചയിച്ചു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. ഈ സാഹചര്യത്തിൽ 2025 സെപ്റ്റംബർ 13 ട്രേഡിംഗിന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഡീൽ സ്വയമേവ അവസാനിപ്പിക്കും. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം. ടിക്കർ കനോദയന് പ്രധാന വാങ്ങൽ ഓർഡർ ആയി മാറും. പ്രധാന ഓർഡറിലെ വീഡിയോ ഇതിനകം ചാനലിൽ പ്രസിദ്ധീകരിച്ചു. ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് 1. മറ്റൊരു ഓർഡർ യഥാർത്ഥ വിലയിൽ അടച്ചിരിക്കുന്നു. ഈ വീഡിയോ കണ്ടതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും നന്ദി. ഗുരുക്കാരലത്.